ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നെയ്ച്ചോറാണ്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കുക്കറിൽ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 10-12 കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കണ്ട, ഉണങ്ങിയ മുന്തിരി. ഇതും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇതിനൊക്കെ കോരിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇതൊക്കെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണ്ട. ഇപ്പോൾ ഇതേ കുക്കറിലേക്ക് തന്നെ 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കുക, 2 ചെറിയ തുണ്ടുപട്ട, 5 ഗ്രാമ്പൂ, 4 ഏലക്കായ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന്റെ എരിവൊക്കെ നിങ്ങളുടെ കയ്യിലെ മുളകിന് എരിവനുസരിച്ച് മാറ്റം വരുത്താട്ടോ. ഈ ഉള്ളി ഒരുപാട് കളർ ചേഞ്ച് ആവണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണ്ട. ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന അരിയാണിത്. ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഇപ്പൊ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണ്ട. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വെക്കണം. അപ്പം നമുക്ക് കുക്കർ ക്ലോസ് ചെയ്ത് കൊടുക്കാം. കുക്കർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. 2 വിസിൽ വെച്ച ശേഷം ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഗീ റൈസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഈ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിനെ കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. സവാളയൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അരിയൊക്കെ വെന്തിട്ട് കറക്റ്റായിട്ടുള്ള പാകമായിട്ടുണ്ട്. ആദ്യം തന്നെ തവി ഇടരുത്, കുഴഞ്ഞു പോവും. ഒരു സ്പൂൺ ഫോർക്ക് വെച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ചേർക്കണം. ഇനി കാഷ്യൂ നട്ട്സും കിസ്മിസും ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. ഇത് ജീരകശാല അരിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല വാസനയായിട്ട് ഉണ്ടാവുക. ബാസുമതി അരിയിൽ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ജീരകശാല ചെയ്യുമ്പോഴാണ് കൂടുതൽ മണവും ടേസ്റ്റും കിട്ടുക. ഇപ്പം നമ്മുടെ കുക്കർ ഗീ റൈസ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.